തൃശൂർ പുത്തൂരിൽ പോലീസ് വീട്ടിൽ നിന്ന് സ്പിരിറ്റ് പിടിച്ചെടുത്തതിന് പിന്നാലെ ജീപ്പ് ഡ്രൈവർ ജീവനൊടുക്കി. പുത്തൂർ കൈനൂർ സ്വദേശി ജോഷിയാണ് മരിച്ചത്. ജോഷിയുടെ വീട്ടിൽ ബാത്റൂമിൽ സൂക്ഷിച്ച 35 ലിറ്ററോളം സ്പിരിറ്റ് പോലീസ് ഇന്ന് പിടികൂടിയിരുന്നു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അന്ന് വൈകിട്ട് 6 മണിയോടെയാണ് ഒല്ലൂർ പോലീസ് ഈ മരിച്ച ജോഷിയുടെ വീട്ടിലെത്തുന്നത്. പുത്തൂർ കൈനൂർ കോക്കാത്ത് ആണ് ജോഷി താമസിക്കുന്നത്. കോക്കാത്ത് ആലക്കപ്പറമ്പിൽ വീട്ടിൽ 53 വയസ്സുള്ള ജോഷിയാണ് മരണപ്പെട്ടത്. ഈ ജോഷിയുടെ വീട്ടിൽ സ്പിരിറ്റ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരം ഒല്ലൂർ പോലീസിന് ലഭിച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഒല്ലൂർ പോലീസ് ജോഷിയുടെ വീട്ടിലെത്തിയത്. ഈ ജോഷിയുടെ വീട്ടിലെത്തിയ സമയത്ത് ജോഷി വീട്ടിലുണ്ടായിരുന്നില്ല. പോലീസ് അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചതിൽ നിന്നും ജോഷിയുടെ വീട്ടിലെ ബാത്റൂമിൽ നിന്നും 4 കന്നാസുകളിലായി സൂക്ഷിച്ചിട്ടുള്ള 35 ലിറ്ററോളം സ്പിരിറ്റും അതുപോലെ തന്നെ 2 കന്നാസുകളിൽ സൂക്ഷിച്ച കള്ളും പിടികൂടി. ഇതിന്റെ തുടർ നടപടികൾ ഒല്ലൂർ പോലീസ് സ്വീകരിച്ച് വരികയായിരുന്നു. ഈ ജോഷി ജീപ്പ് ഡ്രൈവറാണ്. ഈ തുടർ നടപടികൾ സ്വീകരിച്ച് വരുന്നതിനിടെയാണ് 6:45 ഏകദേശം 6 മണിക്ക് ഒല്ലൂർ പോലീസ് വീട്ടിലെത്തുന്നു. സ്പിരിറ്റ് കണ്ടെടുക്കുന്നു, അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നു. പിന്നീട് 6:45 ഈ ജോഷിയുടെ വീടിന്റെ സമീപത്തുള്ള പറമ്പിൽ ഉള്ള ഓല മേഞ്ഞ ഷെഡിൽ ജോഷിയെ തൂങ്ങി നിൽക്കുന്നതാണ് പിന്നീട് കണ്ടത്. നാട്ടുകാർ ഉടൻ ഈ ജോഷിയെ കെട്ടഴിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്താണ് ജോഷി ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം എന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ സ്പിരിറ്റ് പിടികൂടിയതിന്റെ തുടർ നടപടികളൊക്കെ ഭയന്നിട്ടാകണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും മരണപ്പെട്ടിരിക്കുന്നു ജോഷി. ജോഷിയുടെ വീട്ടിൽ നിന്നാണ് 35 ലിറ്ററോളം വരുന്ന സ്പിരിറ്റ്, 4 കന്നാസുകളിൽ സൂക്ഷിച്ച സ്പിരിറ്റും 2 കന്നാസുകളിൽ സൂക്ഷിച്ച കള്ളും ഒല്ലൂർ പോലീസ് പിടിച്ചെടുത്തത്. അതിന് പിന്നാലെയാണ് 6:45 ജോഷിയെ വീടിന് സമീപത്തെ പറമ്പിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്, ഓലമേഞ്ഞ ഷെഡിൽ. ആതിര. അനീഷ്, ഈ ജോഷിയുടെ വീട്ടിൽ ജോഷി മാത്രമാണോ ഉള്ളത്? ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇനി പുരോഗമിക്കേണ്ടതുണ്ടല്ലേ? ജോഷിയുടെ വീട്ടിൽ ജോഷിയുടെ വീട്ടുകാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, പക്ഷേ ജോഷി ഉണ്ടായിരുന്നില്ല. പോലീസ് ഈ രഹസ്യവിവരം കിട്ടിയിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീട്ടിലേക്ക് എത്തിയതും പരിശോധന നടത്തിയതും എല്ലാം. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തി. വിവരം വ്യാജ വിവരമായിരുന്നില്ല. കാരണം ബാത്റൂമിൽ നിന്നും സ്പിരിറ്റ് കണ്ടെടുത്തു, കള്ള് കണ്ടെടുത്തു. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികളെല്ലാം സ്വീകരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച് വരുന്നതിനിടെയാണ് 6:45 ഇത്തരത്തിൽ ജോഷിയുടെ വീടിന്റെ സമീപത്തുള്ള പറമ്പിൽ ഷെഡിൽ ജോഷിയെ തൂങ്ങി നിൽക്കുന്നതായിട്ടുള്ള വിവരം അറിഞ്ഞതും കണ്ടതും. തുടർന്ന് ജോഷിയെ ആശുപത്രിയിൽ എത്തിച്ചതും എല്ലാം. പക്ഷെ ജോഷി മരണപ്പെട്ടു. ഈ ജോഷിയുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത്. ഇനി നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ മൃതദേഹം ബന്ധുക്കൾക്കൊക്കെ വിട്ടു നൽകുക. ആത്മഹത്യ ചെയ്തതിന്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരുപക്ഷെ സ്പിരിറ്റ് വീട്ടിൽ നിന്നും പിടികൂടി, അതിൽ ഭയന്നിട്ടാകണം ഒരുപക്ഷെ ആത്മഹത്യ ചെയ്ത്. തുടർ നടപടികളൊക്കെ ഇനി വരാനുണ്ട്, അതെല്ലാം നേരിടേണ്ടി വരും. അതിനെക്കുറിച്ച് അതെല്ലാം ആലോചിച്ച് ഭീതിയിലായിരുന്നിട്ടാവണം ഒരുപക്ഷെ ആത്മഹത്യ ചെയ്തത്. അതോ ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്ത് വരേണ്ടതുണ്ട്. എന്തായാലും ജോഷി മരണപ്പെട്ടിരിക്കുന്നു. വീട്ടിൽ നിന്നും സ്പിരിറ്റും പിടികൂടിയിരിക്കുന്നു. അതിര. ശരി അനീഷ്.